തുടർഭരണം CPIM-നെ നശിപ്പിക്കുമെന്ന സാഹിത്യ അക്കാദമി ചെയർമാൻ കെ സച്ചിദാനന്ദന്റെ പ്രസ്താവനയിൽ രാഷ്ട്രീയ ചർച്ച മുറുകുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വീണ്ടും അധികാരത്തിലേക്ക് എത്തിയാൽ ബംഗാളിലെ അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നാണ് സച്ചിദാനന്ദൻ ഇന്നും പറഞ്ഞത്. ഇടതുപക്ഷം ഭരണത്തിൽ നിന്നും ഇറങ്ങി പ്രതിപക്ഷത്തിരിക്കണമെന്ന് പറയുന്നത് പരിഹാസ്യമാണെന്നായിരുന്നു അക്കാദമിയുടെ വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിലിന്റെ വിമർശനം. സച്ചിദാനന്ദന്റേത് അദ്ദേഹത്തിന്റെ മാത്രം അഭിപ്രായമാണെന്നാണ് CPIM-ന്റെ മറുപടി. സാഹിത്യ അക്കാദമി അധ്യക്ഷൻ പറഞ്ഞത് ജനങ്ങളുടെ വികാരമാണെന്ന് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു. വീണ്ടും ഒരു ഭരണം കൂടി വന്നാൽ അവസരവാദികളായ ധാരാളം ആളുകൾ ഇടതുപക്ഷത്ത് ചേരുകയും സ്വന്തം കാര്യങ്ങൾ സ്വാധിക്കുന്നതിന് വേണ്ടി പാർട്ടിയെ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യാനിടയുണ്ട്. അത്തരമൊരു സന്ദർഭത്തിൽ സ്വാഭാവികമായും പാർട്ടിയുടെ അടിസ്ഥാന സ്വഭാവം തന്നെ ഇല്ലാതാവുകയും അത് ജനങ്ങളിൽ നിന്ന് കൂടുതൽ അകലുകയും ചെയ്യും. അധികാരം കുത്തകയാകും തോറും അത് ദുരധികാരമായി മാറാൻ സാധ്യതയുണ്ടെന്നും ലോകത്തിന്റെ മുഴുവൻ അനുഭവം ഇതാണെന്നുമാണ് ഇടത് സഹയാത്രികനും സാഹിത്യ അക്കാദമി അധ്യക്ഷനുമായ കെ സച്ചിദാനന്ദന്റെ അഭിപ്രായം. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് തുടർഭരണം ഉണ്ടായാൽ ബംഗാളിലെ സ്ഥിതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അഴിമതിയിലേക്കും അധികാര കേന്ദ്രീകരണത്തിലേക്കും ഇത് നയിച്ചേക്കാം. വികസനത്തിന്റെ കാര്യത്തിലും സാക്ഷരതയിലും ഇടതു സർക്കാർ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ജനങ്ങൾക്ക് പാർട്ടിയെ വിമർശിക്കാനുള്ള ഭയം ഇപ്പോൾ വർദ്ധിച്ചു വരുന്നതായും സച്ചിദാനന്ദൻ പറഞ്ഞു. പരാമർശം ചർച്ചയായതോടെ മറുപടിയുമായി CPIM രംഗത്തെത്തി. തുടർഭരണം വേണ്ടെന്നല്ല, പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്നാണ് സച്ചിദാനന്ദൻ ചൂണ്ടിക്കാണിച്ചതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞു. തുടർച്ചയായിട്ട് ഇങ്ങനെ ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേഡർമാർ ഉൾപ്പെടെയുള്ളവരെല്ലാം വേണ്ടത്ര ജാഗ്രത കുറവോടുകൂടിയാണ് പ്രവർത്തിക്കുക. അപ്പോൾ ജാഗ്രത കുറവ് വരുമെന്നൊക്കെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ ആശയമാണത്. ഈ ആശയമുള്ള ചില ആളുകളൊക്കെ ഉണ്ടാവും. അതിൻ്റെ അർത്ഥം ഈ ഗവൺമെൻറ് വേണ്ടെന്നല്ലോ, തുടരണ്ടെന്നുമല്ല. സച്ചിദാനന്ദൻ പാർട്ടി പ്രവർത്തകനല്ലെന്നും അദ്ദേഹത്തിന്റെ അഭിപ്രായം കേരളത്തിലെ ജനങ്ങൾക്കില്ലെന്നും CPIM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ. സച്ചിദാനന്ദൻ സ്ഥിരമായിട്ടുള്ള പാർട്ടി സംഘടനാ പ്രവർത്തനമല്ല, ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്. അദ്ദേഹത്തിന് അഭിപ്രായമുണ്ടെങ്കിൽ ഈ കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടി പ്രവർത്തകർക്കോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊന്നും അഭിപ്രായമല്ലല്ലോ. സച്ചിദാനന്ദൻ പറയുന്ന കാര്യങ്ങൾ വിചിത്രമാണെന്നും ഇടതുപക്ഷം ഭരണത്തിൽ നിന്ന് ഇറങ്ങി വന്ന് പ്രതിപക്ഷത്തിരിക്കണമെന്ന് പറയുന്നത് പരിഹാസ്യമാണെന്നും കേരള സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ. അദ്ദേഹം പറയുന്നതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ പ്രതിപക്ഷം വളരെ മോശമാണെന്നാണ്. അധികാരമില്ലാണ്ട് കോൺഗ്രസ്സുകാർക്ക് നിൽക്കാൻ പറ്റില്ല, CPM-കാർക്ക് നിൽക്കാൻ പറ്റും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ BJP-യിൽ കോൺഗ്രസ്സുകാർ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആണെന്നുള്ളൊരു വാദഗതിയും കൂടി അദ്ദേഹം പറഞ്ഞു. ഇതൊക്കെ ജനങ്ങൾ ഇങ്ങനെ വളരെ പുച്ഛത്തോടു കൂടിയാണ് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ വളരെ പരിഹാസ്യമായിട്ടല്ലേ ജനങ്ങൾ കാണുക. എന്നാൽ ജനങ്ങളുടെ പൊതുവികാരമാണ് സച്ചിദാനന്ദൻ പറഞ്ഞതെന്നായിരുന്നു VD സതീശന്റെ പ്രതികരണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് CPM-നുണ്ടായ അപജയത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ബോധവാന്മാർ നല്ല കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷത്തിന്റെ സഹയാത്രികരുമാണ് എന്ന ഞങ്ങളുടെ വാദം ശരിവെക്കുന്നതാണ് കവി സച്ചിദാനന്ദന്റെ പ്രസ്താവന എന്ന് ഞാൻ പ്രത്യേകമായി പറയാൻ ആഗ്രഹിക്കുന്നു. തുടർഭരണം ഏകാധിപത്യ പ്രവണത ഉണ്ടാക്കുമെന്നായിരുന്നു സാറാ ജോസഫിന്റെ പ്രതികരണം. തുടർഭരണം മാറണം, അത് നല്ലതാണ്. കാരണം തുടർച്ചയായിട്ട് ഒരേ താളത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് അതൃപ്തികരമാവുമ്പോൾ അതിനൊരു മാറ്റം വരേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇടതു സഹയാത്രികനായ സച്ചിദാനന്ദന്റെ പരാമർശം രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. എന്നാൽ പരാമർശം കൂടുതൽ ചർച്ചയാകാതെ അവഗണിക്കാനാണ് ഇടതുമുന്നണി നേതൃത്വത്തിന്റെ തീരുമാനം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് മലയാളം, തൃശൂർ.